അപ്പോൾ ഞാനും ലാലും കൂടി ഇപ്പോൾ നിൽക്കുന്നത് മൗണ്ട് ഫ്യൂജിയുടെ അതെ തൊട്ട് മുകളിൽ കാണുന്ന അതിൻ്റെ ക്രൈറ്ററാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മറ്റൊരു അഗ്നിപർവ്വതത്തിൽ പോയിട്ടുണ്ട്. അത് ഇത്രയും സമ്പന്ന രാജ്യമൊന്നും അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയത് കുതിരപ്പുറത്താണ്. അത് താഴ് വോൾക്കാനോ എന്നാണ് എൻ്റെ പേര്. ഫിലിപ്പീൻസിലായിരുന്നു. അതിൻ്റെ രസകരമായ സംഭവിച്ചാൽ അതിലേക്ക് നമ്മൾ മുകളിലേക്ക് കൊണ്ടുവന്ന ഇതുപോലെ ബസ്സിലൊന്നുമല്ല, കുതിരപ്പുറത്തായിരുന്നു അല്ലേ? അത് കടലിലൂടെ ബോട്ടിലൊരു 3/4 മണിക്കൂർ നേരം ബോട്ടിൽ പോയിട്ട് 20 മിനിറ്റ്സ് ബോട്ടിൽ പോയിട്ട് പിന്നെ അവിടെ ചെന്നിട്ട് കുതിരപ്പുറത്ത് പോകണമെന്നാണ്. ഞാൻ വിചാരിച്ചു വളരെ അടുത്തായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ കുതിരപ്പുറത്ത് കയറി. അപ്പോൾ ഒരു പയ്യൻ മുമ്പിൽ പിടിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ബൈജൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആളുടെ പേര് കുതിരപ്പുറത്ത് കയറിയിരിക്കുന്നുണ്ട്. എല്ലാവരുടെയും മുമ്പിൽ ഒരു പയ്യന് ഈ കുതിരയുടെ കടിഞ്ഞാണം പിടിച്ച് നടക്കുന്നുണ്ട്. ഒരു 10 മീറ്റർ പോയതിനു ശേഷം അവൻ ആ കുതിരയുടെ ചന്തിക്ക് ഒരു അടിയടിച്ചിട്ട് അവൻ മാറി കളഞ്ഞു. പിന്നെ ഈ കുതിര നമ്മളെയും കൊണ്ട് ഒരു പോക്കാണ്. ഈ 2 സൈഡിലും ഇതുണ്ട്. എന്നിട്ട് അവിടെ മറ്റു വെച്ചാൽ ഇതിൻ്റെ സൈഡിലൊക്കെ പുല്ല് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കുതിര ഇടയ്ക്ക് പുല്ല് ഇതിനെ അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ അലറി കൂവി. പക്ഷെ അന്ന് കുതിരപ്പുറത്ത് വെച്ച് അവരെടുത്ത ഒരു ഫോട്ടോ ഞാൻ ഇപ്പോഴും നിധി പോലെ വെച്ചിട്ടുണ്ട്. രസകരം അവിടെ അത് എറപ്റ്റ് ചെയ്യാൻ ആയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്മോക്ക് വരുന്നുണ്ട്. ഈ പോകുന്ന വഴിയിലുള്ള ചെറിയ ഹോൾസ് നിന്നൊക്കെ സ്മോക്ക് വരുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ ഒരു മറക്കാൻ പറ്റാത്തൊരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്നറിയോ? അതിനെ എറപ്റ്റ് ചെയ്തിട്ട് ആ ലേക്ക് ഇല്ല. ഇപ്പം അതെ ലേക്കില്ല, ലേക്ക് പോയി. ഞങ്ങള് താളില് പോയതാണ്. അതിന്റെ മൗത്തില് പോയി. അതിന്റെ മൗത്തില് പോയി നമ്മള് ഇങ്ങനെ പോയി നോക്കി. വെള്ളത്തിലൊക്കെ മൊത്തം ലാഭം വന്ന് ആ ലേക്ക് ഇല്ലാതായി പോയി. അപ്പൊ അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ അതൊക്കെ ഇടിഞ്ഞിങ്ങ് പോന്നു. ക്രൈറ്ററൊക്കെ ഇടിഞ്ഞ് താഴെ വന്നു. അപ്പൊ അതിന് ശേഷം ഞങ്ങൾ രണ്ടാമത്തെ അഗ്നിപർവ്വതം. ഇനി അതാ നമ്മുടെ മൂന്നാമത്തെ നമ്മള് വെസൂവിയസിന്റെ മീത ഇല്ല. എന്തെങ്കിലും നമ്മൾ ചെല്ലുമ്പോഴായിരിക്കും ഈ സൈലന്റ് ആയിട്ടുള്ള സാധനമൊക്കെ ചിലപ്പോ പൊട്ടിത്തെറിക്കുന്നത്. മെക്സിക്കോയിലുണ്ട്. മെക്സിക്കോയില് നമുക്ക് പോവാം. മെക്സിക്കോ ഇപ്പൊ ഇറപ്പ് ചെയ്തു 2 ദിവസം മുമ്പ്. അവന്റെ വീഡിയോ ഇട്ടുണ്ടോ? മെക്സിക്കോയിലുണ്ട്. അപ്പൊ അങ്ങനെ വീണ്ടും അഗ്നിപർവ്വത കഥകളുമായിട്ട് വീണ്ടും കാണാൻ പറ്റില്ലല്ലോ. കാണുന്നത് അവിടെയാണോ ഈ പോകുന്നത്? നമ്മളിപ്പോൾ ലേക്ക് കവാഗുച്ചിയുടെ തീരത്താണ്. മൗണ്ട് ഫ്യൂജിയിൽ നിന്നും ഉത്ഭവിക്കുന്ന 5 ലേക്കുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ലേക്കാണ് കവാഗുച്ചി. നമ്മളിപ്പോൾ ഇവിടെ ഒരു ക്രൂയിസിന് വന്നിരിക്കുകയാണ്. ദാ കാണുന്ന ബോട്ടിലാണ് നമ്മൾ ക്രൂയിസിന് പോകുന്നത്. മനോഹരമായ ലേക്കാണ്. സ്പീഡ് ബോട്ട് അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ചുറ്റും ഗംഭീരമായ മലനിരകൾ. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. നമ്മുടെ ഗൈഡ് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബോട്ടിൽ വന്നവരിറങ്ങി വരുന്നു. നമ്മൾ കയറാൻ പോകുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട്. അലങ്കരിച്ച
മനോഹരമായ ബോട്ടാണ്. ഇതൊക്കെയാണ് ബോട്ട് യാത്രയിലെ കാഴ്ചകൾ. വളരെ ദൂരമുള്ളൊരു ബോട്ട് യാത്രയൊന്നും അല്ലെന്നാണ് കേട്ടത്. കുറച്ച് ദൂരമൊക്കെ പോയിട്ട് തിരിച്ചു വരും. ഇതുണ്ട് ആ മലയുടെ നിറയണ്ട. ആ നമ്മളങ്ങനെ ബോട്ടിൽ വരുമ്പോൾ പതുക്കെ പതുക്കെ മൗണ്ട് ഫ്യൂജി ദൃശ്യമായി വരുന്നു. മൗണ്ട് ഫ്യൂജിയുടെ തലപ്പത്തെ മഞ്ഞാണ് കാണുന്നത്. അങ്ങനെ കിളിമഞ്ചാരോ പറ്റിച്ചതുപോലെ മൗണ്ട് ഫ്യൂജി പറ്റിച്ചില്ല. മൗണ്ട് ഫ്യൂജിയുടെ അറ്റം നമ്മൾ കണ്ടു കഴിഞ്ഞു. വാവ്, അങ്ങ് ദൂരെ എങ്കിലും ഇങ്ങനെ മഞ്ഞ് അതുപോലെ മേഘങ്ങളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് ചെറുതായിട്ടൊന്ന് ദർശനം തന്നിരിക്കുകയാണ്. കിളിമഞ്ചാരോ പോലെ തന്നെ ഈ മലയുടെ മുകളിൽ മാത്രമായിട്ടൊരു തലപ്പാവ് പോലെ മഞ്ഞ് കാണുന്നതാണ് ഇത്തരത്തിലുള്ള പർവ്വതങ്ങളുടെ ഒരു പ്രത്യേകത. മുകളിൽ കാണുന്നത് അഗ്നിപർവ്വതം പൊട്ടിയുണ്ടായ ക്രൈറ്ററാണ്. അഗ്നിപർവ്വത മുഖം എന്ന് വിളിക്കാവുന്ന സംഭവമാണ് മുകളിൽ കാണുന്നത്. എന്തായാലും ഇനി അധികം നേരം കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വീണ്ടും മേഘങ്ങൾ വന്ന് മൂടുകയാണ്. ഒരു ചെറിയൊരു കഷണമേ കാണാനുള്ളൂ. ഇനി നമ്മൾ പോകുന്നത് ആ കേബിൾ കാറിൽ കയറാനാണ്. ഇതാ മേലോട്ട് പോകുന്ന ഒരു കേബിൾ കാർ. അതിൻ്റെ മുകളിൽ നിന്ന് മൗണ്ട് ഫ്യൂജിയുടെ നല്ല കാഴ്ച കാണേണ്ടതാണ്. പക്ഷേ ഇന്ന് വീണ്ടും മഞ്ഞായതുകൊണ്ട് സാധ്യത വളരെ കുറവാണ്. അപ്പോൾ മൗണ്ട് ഫ്യൂജി പനോറമിക് റോപ്പ് വേ എന്ന് എഴുതിയിട്ടുണ്ട്. റോപ്പ് വേ സ്റ്റേഷനാണത്. അപ്പോൾ നമ്മുടെ
കേബിൾ കാർ ഇതാ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. അവിടം വരെ ഉള്ളൂ, അതാണ് സ്റ്റേഷൻ. ഓ, അവർ ഈ സൈഡിൽ കൂടെ ഇറങ്ങി പോകുമായിരിക്കും. വരുമോ? അപ്പോൾ നമ്മൾ മുകളിലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ വന്ന ബോട്ടിൽ പോയ ലേക്ക് കാണുന്നു, കവാഗുച്ചി. ഏഴ് മിനിറ്റേ ഉള്ളൂ യാത്ര, അത്ര വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ ഇതുവഴി ഇങ്ങനെ പോയിട്ട് ആ പണിതിരിക്കുന്ന സ്റ്റാൻഡിൽ കൂടെ നടന്നാൽ നമുക്ക് തെളിഞ്ഞ ദിവസമാണെങ്കിൽ മൗണ്ട് ഫ്യൂജിയുടെ ഗംഭീരമായ വ്യൂ കാണാം. ഇന്ന് പക്ഷേ നമ്മൾ നേരത്തെ കണ്ടതുപോലെ നല്ല മഞ്ഞുള്ള ദിവസമാണ്, എല്ലാം മൂടി കിടക്കുകയായിരിക്കും. എന്തായാലും നടന്നു നോക്കാം. സീനിക് വോക്ക് വേ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും മേഘപടലങ്ങൾക്കിടയിൽ കാണുന്നതാണ് മൗണ്ട് ഫ്യൂജി. പക്ഷേ ഇന്നൊരു രക്ഷയില്ല കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് കാണാവുന്ന അത്രയും മനോഹരമായ വ്യൂ മറ്റൊരു സ്ഥലത്തു നിന്നും കാണില്ല. പക്ഷേ നോ വേ, അദ്ദേഹം കനിയുന്നില്ല. നമ്മൾ ബോട്ട് യാത്ര ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് തലപ്പ് കാണിച്ചു തന്നു, പിന്നെ അടച്ചു കളഞ്ഞു. കനിഞ്ഞു, പക്ഷേ ഇനി രക്ഷയില്ല. ഇത് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ഹോട്ടലൊക്കെയാണ് ഈ കാണുന്ന ഈ ഒരു സ്ഥലങ്ങളിലുള്ളത്. ലാലും അവിടെ നിന്നുകൊണ്ട് ലേക്കിൻ്റെ ഭംഗി ആസ്വദിക്കുന്നു. ഇവിടെ നിന്ന് കൂടുതൽ ഭംഗിയുള്ള കാഴ്ചകളൊക്കെയാണ്, പക്ഷേ നഗര കാഴ്ചകളാണ്. ഇതിപ്പോ എന്താ മുട്ടയിൽ എന്താ സംഭവിക്കുന്നത്? കുട്ടികളോ? കുട്ടികളുണ്ടാവും. ആര്? ഭാര്യനെ കൂട്ടാത്തോണ്ട് 14 ദിവസം എന്റെ ഭാര്യയാണ്. അത് ശരി. അപ്പൊ ഇവിടെ ഇങ്ങനെ ഈ മണി അടിച്ചാലേ ലവ് ഫുൾഫിൽമെന്റ് ഉണ്ടാവും. നന്ന അടിച്ചേക്കാം. എന്തോ ദൂരം മനസ്സിൽ കടന്നു കൂടിയല്ലോ. ലവ് അല്ലേ, നല്ലതല്ലേ? ആ, മണി അടിച്ചു പ്രേമം നേടുന്നു പദ്ധതിയിലേക്ക് സ്വാഗതം. എല്ലാരും അടിക്കാണല്ലോ.
chum, ching, chong. അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന കടകളെല്ലാം കിടന്ന് നമ്മളിപ്പോൾ ഒരു ഹോട്ട് സ്പ്രിങ് കാണാൻ പോവാണ്. ഫ്യൂജി മൗണ്ടനിൽ നിന്നും ലാവ ഒഴുകി വന്ന് രൂപപ്പെട്ട ഒരു പോണ്ട്. അതെപ്പോഴും ചൂടായി വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് കാണാൻ പോകുന്നത്. നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും ഈവനിങ് ആയതുകൊണ്ട് കടകളൊക്കെ അടച്ചു. അല്ലെങ്കിൽ മനോഹരമായ ഒരു ട്രഡീഷണൽ ഒരു സ്ട്രീറ്റാണിത്. ഷോപ്പുകളൊക്കെ ഉള്ള. ലാലും അതിൻ്റെ പാടമൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. എന്താ സാധനം? നമ്മുടെ മറ്റേ നമ്മുടെ അവിടെ മറ്റേ സാധനം തൂക്കുന്നല്ലോ അല്ലേ? ഇതുവരെ ലക്കിന് വേണ്ടി തൂക്കുന്നതെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നല്ലൊരു രസികൻ സ്ട്രീറ്റ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഓ, അതൊക്കെ നല്ല രസമുണ്ടല്ലോ. നല്ലതാ അല്ലേ? ആ ആ ഇത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആട്ടോ. അത് എഴുതിയേക്കും. ഇതിൻ്റെ പേര് ഫ്യൂജി സാൻ എന്നാണ്. ഇത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. സേക്രഡ് പ്ലേസ് ആൻഡ് സോഴ്സ് ഓഫ് ആർട്ടിസ്റ്റിക് ഇൻസ്പിറേഷൻ. മനോഹരമായ സ്ഥലം. ഓ, so this is not hot. It's very cold. It's hot, cold. Oh, it's not a hot spring. There's a hot springs. There are. They are hot springs. Okay. അത് വലിയ മീനാണ്. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. അടിയിൽ അങ്ങേ അറ്റം വരെ കാണാം. അടിയിലൊക്കെ ഈ നാണയം ഇട്ടിട്ടുണ്ട്. അത് ഇവിടുത്തെ എന്തോ ഒരു ട്രഡീഷണൽ പരിപാടിയെന്ന് തോന്നുന്നു. അതാണ് നാണയം ഇടരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല പ്യുവർ വെള്ളമാണ്. കണ്ടല്ലോ, അതിൻ്റെ അടിയിലുള്ള ചെടികൾ വരെ കാണാം. മീനുകൾ പോകുന്നു. ഇതുപോലുള്ള 8 പോണ്ടുകൾ ഇവിടെ ഉണ്ട്. ഇതാണ് ഏറ്റവും വലിയ പോണ്ട്. ഇതെല്ലാം ഇതിൽ നിന്ന് വീഴുന്ന വെള്ളം തന്നെയാണ്. ഇത് വേണമെങ്കിൽ കുടിക്കാനുള്ള പാത്രങ്ങളാണ് ഈ വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് വെള്ളം ശേഖരിച്ച് കുടിക്കുക. അത്രയും പ്യുവറാണ് വെള്ളം. ഇവിടെയൊക്കെ വെള്ളം വീഴുന്നുണ്ട്. എടുത്ത് കുടിക്കാം.
ഓക്കെ ഓക്കെ. ഇവിടുത്തെ വീടുകൾ ട്രഡീഷണൽ വീടുകൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാ വീട്ടിലും വമ്പൻ വണ്ടികളൊക്കെ ഉണ്ട്. ലെക്സസ് പോലുള്ള വണ്ടികൾ, പൈസയൊക്കെ ഇഷ്ടംപോലെയുള്ളവരാണ്. ഇവിടെയൊക്കെ ചെറിയ പോണ്ടുകൾ, ഇങ്ങനെ 8 എണ്ണമാണ് ഈ ഒരു ചെറിയ ഗ്രാമത്തിനകത്തുള്ളത്. എല്ലാം ഉറങ്ങി കിടക്കുക അല്ലേ. ഒരു മനുഷ്യനെ വെളിയിൽ കാണുന്നുമില്ല, ഒരനക്കവും ഇല്ല. കിളികളുടെ ശബ്ദമുണ്ട്, ഇഷ്ടംപോലെ ചെടികളുണ്ട് എല്ലാ വീട്ടിലും. കിളികൾ കരഞ്ഞത്. ആ അതെ അതെ, ബോൺസായി പോലെ അല്ലേ. ആ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. അങ്ങനെ ഒടുവിൽ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം നമുക്ക് ദർശനം തന്നിരിക്കുകയാണ്. മൗണ്ട് ഫ്യൂജി. മുകളിലെ മേഘങ്ങൾ ഒരു പരിധി വരെയൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ മഞ്ഞ്, മേൽഭാഗത്തെ മഞ്ഞ് കാണാം. ചെത്തിയെടുത്തതുപോലെയാണ് മേൽഭാഗം. ഇവിടെ ഇങ്ങനെ ഈ പൂക്കളുടെ ബാക്ക്ഗ്രൗണ്ടിൽ മൗണ്ട് ഫ്യൂജി. മൗണ്ട് ഫ്യൂജിയുടെ മറ്റൊരു കാഴ്ച. ഇപ്പോൾ ഏതാണ്ട് മുഴുവനായിട്ടും തെളിഞ്ഞു. ആണല്ലേ.